ഓക്കെ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പൾസർ Ns200 എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഇതിന് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മോട്ടൂലിൻ്റെ 20W50 ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. ഇത് 1.5 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 1 ലിറ്ററിന് 916, 2 ലിറ്ററിന് 1375. ഇത് 1.5 ലിറ്റർ ഉണ്ടെങ്കിലും ഈ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 1150 ml ആണ്. അപ്പോൾ ബാക്കിയുള്ള ഓയിൽ നമ്മൾ അളന്നൊഴിച്ചിട്ട് ബാക്കി നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പൾസർ Ns200 Ns200 എല്ലാം എഞ്ചിൻ ഓയിൽ ഗ്രേഡും കപ്പാസിറ്റിയും ഈ സെയിം തന്നെയാണ്. പിന്നെ ഇത് മാറ്റുന്ന രീതിയും എല്ലാം ഒന്നിനും സെയിം ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എന്ന് വെച്ചാൽ ഡ്രെയിനായിട്ട് വിടാൻ വേണ്ടി ഒരു 18-19 റിംഗ് സ്പാനർ, ഓയിൽ ഫിൽറ്റർ മാറാൻ വേണ്ടി ഒരു 8 mm ടീ വേണം, പിന്നെ ഓയിൽ ഫിൽറ്റർ വേണം, ഓറിങ്ങും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 1150 ml ആണ്. ഇത് 1.5 ലിറ്റർ ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആണ് 1150 ആക്കിയിട്ട് ബാക്കി നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഈ റിങ് വെച്ച് ഈ ഡ്രെയിനായിട്ട് അയച്ച് ഇതിൻ്റെ അകത്തുള്ള ഓയിൽ മൊത്തം ഡ്രെയിൻ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം, ഡബിൾ സൈഡ് സ്പാനർ ഒന്നിട്ട് പിടിക്കരുത്. ഇതിൻ്റെ പിടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വലിയ പണി കിട്ടും. ഞാൻ നേരത്തെ പറയുമ്പോൾ വിട്ടുപോയതാണ്, ഒരു പ്ലെയറിൻ്റെ കൂടെ ആവശ്യം നമുക്കുണ്ട് ഈ ഓയിൽ സിലിണ്ടർ എടുക്കാൻ വേണ്ടി. ഈ പഴയ ഓയിലൊക്കെ ഡ്രെയിൻ ആവുന്നുണ്ട്, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇത് ഫുൾ ഡ്രെയിനകത്ത് വരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്തുള്ള ഓയിലിൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഓയിൽ ഡ്രെയിൻ ചെയ്യണമെങ്കിൽ വണ്ടി ഒന്ന് ചരിച്ചൊക്കെ ഡ്രെയിൻ ചെയ്യണം. ഞാൻ അപ്പോൾ ചരിച്ച് മൊത്തം ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നുണ്ട്, അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ ഓയിൽ സ്റ്റെയിനർ, ഇതിലാണ് ഈ എഞ്ചിൻ്റെ വിയർ ആൻഡ് ടിയറും ബാക്കി ഇമ്പ്യൂരിറ്റീസൊക്കെ വന്ന് പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടെ ഒന്ന് മാക്സിമം ക്ലീൻ ചെയ്തിടാൻ ശ്രദ്ധിക്കണം. അടുത്തായിട്ട് നമുക്ക് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പാണ്. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനുള്ളതുണ്ടെന്ന് 2 കൈ വെച്ചൊന്ന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒരു 8 ടീ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ക്യാപ്പ് അയച്ചെടുക്കാം. നമ്മൾ ആ ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഓയിൽ ഫിൽറ്റർ ഇതൊന്ന് ഉരുയെടുക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ. എന്തായാലും ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഓയിൽ ഫിൽറ്റർ മാറാമെന്ന് വിചാരിച്ചാണ് ഇത് വാങ്ങിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓയിൽ ഫിൽറ്റർ മാറാം. ഈ ഓയിൽ ഫില്ല് ചെയ്യുന്ന ഈ ക്യാപ്പ് നമുക്കൊരു മങ്കി പ്ലെയർ വെച്ച് അഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ വാങ്ങിച്ച പുതിയ എയർ ഫിൽറ്റർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നോബ് കണക്കിരിക്കുന്നതാണ്. ഈ സാധനം അതിൽ ലോക്കാവുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യണം. നമ്മളൊന്ന് ജസ്റ്റ് വെച്ച് ചെയ്ത് പ്രസ് കഴിയുമ്പോൾ നമുക്ക് അത് ആ ലോക്ക് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവുമെന്ന് അറിയാം. ഇതാണ് നമ്മൾ നേരത്തെ ഊരി വെച്ച ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഓറിങ് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ആ ഓറിങ് ഇതിലിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് ആ എൻജിൻ ബോൾട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ എൻജിൻ്റെ ഭാഗത്തുള്ള ബോട്ടിലൊക്കെ ടൈറ്റ് ചെയ്യാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ നട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻജിൻ അയച്ച് ലെയ്ത്ത് കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു മീഡിയം ടൈറ്റിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓയിൽ സ്റ്റെയിനർ ഇതിലോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എൻജിൻ ഡ്രെയിനട്ടും തിരിച്ച് വെച്ച് സെറ്റ് ചെയ്യാം. ഇതെല്ലാം ഒരു മീഡിയം ടൈറ്റിൽ നമ്മളെപ്പോഴും ടൈറ്റ് ചെയ്യാവും. കൂടുതൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ വർക്കെല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള വർക്കെന്ന് വെച്ചാൽ ഈ നേരത്തെ അളന്ന് വെച്ചാൽ 1150 ml ഓയിൽ നമുക്കിതിലോട്ട് ഒഴിക്കാം. സാധാരണ ഓയിൽ ഒഴിക്കാൻ ഫണലൊക്കെ ആവശ്യമുണ്ട്, പക്ഷേ ഫുള്ളി സിന്തറ്റിക് ഇങ്ങനെ ഒരു നോസിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് ഇതിലോട്ട് ഒഴിക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ക്യാപ്പ് അടയ്ക്കുന്നതോടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയി.
ഈ സെയിം പ്രൊസീജിയറാണ് AS-നും NS-നും എല്ലാം ഓയിൽ മാറുന്നത്. പിന്നെ RS-നാണെങ്കിൽ ഇവിടെ ഒരു അണ്ടർബെല്ലി വരും, അതും അടിക്കേണ്ടി വരും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇതുമായിട്ടുള്ളൂ. ഓക്കെ ബൈ.